പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും സൈനിക നേതൃത്വം കൈകടത്താറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കൊന്നും തന്നെ പാകിസ്ഥാനിൽ തങ്ങളുടെ ഭരണകാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ തന്നെ ഈ സൈനിക നേതൃത്വം അവിടെ ഇടപെടുകയും അവിടെ അശാന്തി വിതയ്ക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഇവിടെ പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസിം മുനീർ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ വൈറലായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പാക് സിറ്റിസൺ അല്ലെങ്കിൽ പാക് വംശജർക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു കോൺക്ലേവിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെ പാരമ്പര്യം, സംസ്കാരം, അവരുടെ ആചാരങ്ങൾ, ആഘോഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം തന്നെ ഹിന്ദുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അപ്പം ഇന്ത്യയെ പരോക്ഷമായും പ്രത്യക്ഷമായും കുറ്റപ്പെടുത്തുന്ന ഒരു വീഡിയോ എന്തുകൊണ്ടാണ് 1940 കാലഘട്ടം മുതൽ തന്നെ ഈ ദ്വിരാഷ്ട്രവാദം എന്നൊരു നിലപാടിലേക്ക് പാകിസ്ഥാൻ പോയത്? പാകിസ്ഥാൻ ഹിന്ദുക്കളുമായിട്ട് ഒരു കാരണവശാലും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു മതവിഭാഗമാണെന്ന് ഈ പറയുന്ന സൈന്യാധിപൻ അസിം മുനീർ പറയുകയാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. पाकिस्तान की कहानी अपने बच्चों को जो है आपने जरूर सुनानी है. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ രൂപീകരിക്കപ്പെട്ടത്. അതായത് 1947 പാകിസ്ഥാൻ എന്നും ഇന്ത്യയെന്നും രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടത് അന്ന് ഈ പാക് രാജ്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പിറവിക്ക് കാരണമായ മുഹമ്മദ് അലി ജിന്നയുടെ ദീർഘമായ കാഴ്ചപ്പാടുകൾ വെച്ചാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ അന്നത്തെ പൂർവികർ അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് നമ്മൾ കെട്ടിപ്പടുത്തത്. And don't forget to narrate this story of Pakistan to your next generation. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതായത് ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, അച്ഛന്മാരെ, അമ്മമാരെ എന്നൊക്കെ സംബോധന ചെയ്തുകൊണ്ട് വളരെ വൈകാരികമായാണ് ഈ സൈന്യാധിപൻ ഇവരോട് സംസാരിച്ചത്. മാത്രമല്ല 2, 3, 4 തലമുറകൾ കഴിഞ്ഞാൽ പോലും ഈ പാകിസ്ഥാൻ്റെ ആവിർഭാവം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഹിന്ദുക്കളിൽ നിന്ന് നമ്മൾ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ തലമുറയ്ക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ദേശസ്നേഹമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അസിം മുനീർ ഇത്തരത്തിൽ ചില നിലപാടുകൾ, ചില പ്രസംഗങ്ങൾ നടത്തിയത്? അതായത് പാകിസ്ഥാനിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, അവിടുത്തെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് ചില കാര്യങ്ങൾ പോകുന്നത് എന്ന തിരിച്ചറിവിനാണ് ഈ സൈന്യാധിപൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം, കാലങ്ങളായിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ വിഘടനവാദം നടത്തുകയും ബലൂജ് എന്ന് പറയുന്ന മേഖല പ്രത്യേക രാജ്യമായി മാറാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഒപ്പം പാക് ഒക്കുപ്പൈഡ് കാശ്മീരുകാർ, അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയോടാണ് കൂടുതൽ താല്പര്യം. കാരണം കാശ്മീരിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അവർ അങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം സിന്ധു മേഖല, ഖൈബർ പഷ്തൂൺഖ മേഖല, ഇവിടെയെല്ലാം തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അപ്പം താരതമ്യേന മുമ്പുണ്ടായിരുന്നതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ലാതെയായി മാറി. അവിടുത്തെ ഗവൺമെൻറ്റിനെ ഇഷ്ടമില്ലാതാകുന്നു, അവിടുത്തെ സൈന്യത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സർക്കാർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ സൈന്യാധിപൻ നിലപാടെടുക്കുന്നത്. സാധാരണഗതിയിൽ വളരെ ക്രൂഷ്യലായ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യാറുണ്ട്, ഇത്തരം പ്രസ്താവനകൾ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ സൈന്യാധിപനായ അസിം മുനീർ പ്രസ്താവന നടത്തിയത് സൈന്യത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു കാരണം, ഇപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു സംഭവം. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ ഈ ബലൂജ് മേഖലയെ സ്വതന്ത്രമാക്കാൻ വേണ്ടി വലിയ പോരാട്ടം നടത്തുന്നു. ഇവരുടെ പോരാട്ടം കൊണ്ട് വിദേശ രാജ്യങ്ങൾ അവിടേക്ക് നിക്ഷേപം നടത്താൻ പോലും തയ്യാറാകുന്നില്ല. നമുക്കറിയാം, ചൈന പാക് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ചൈന വന്നിട്ടുണ്ടെങ്കിലും ഈ ബലൂജിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല. ഗ്വാദർ തുറമുഖത്തിൻ്റെ ഒരു വിമാനത്താവളത്തിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയിട്ടും ചൈനയ്ക്ക് അവിടെ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പറയുകയാണ്, ഇവിടെയുള്ള 1000 അല്ലെങ്കിൽ 2000 തീവ്രവാദികൾ വിചാരിച്ചാൽ പാകിസ്ഥാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തിന്? ഇന്ത്യക്കാരായ 13 ലക്ഷം ആർമി സൈന്യം അവർക്കെതിരെ ആയുധങ്ങളുമായി പോരാടാൻ വന്നിരുന്നു. എന്നിട്ട് നമ്മുടെ പാകിസ്ഥാൻ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഒരു മോട്ടിവേഷനാണ് ഇവിടെ ഈ സൈന്യാധിപൻ നടത്തുന്നത്. അതായത് നമ്മുടെ രാജ്യം ഒരു ബൃഹത്തായ ആശയങ്ങൾ പേറുന്നതാണ്, നമ്മുടെ ചരിത്രം, സംസ്കാരം, പാരമ്പര്യമൊക്കെ വേറിട്ട് നിൽക്കുന്നതാണ്, മറ്റുള്ളവർ ആക്രമിച്ചാൽ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാർഗിൽ യുദ്ധം
ആ യുദ്ധത്തിൽ പോലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കാലാകാലങ്ങളായി എപ്പോഴൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യക്ക് വിജയം നേടാനാണ് സാധിച്ചത്. എന്നാൽ അങ്ങനെയല്ല എന്നും പുതുതലമുറ പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളണമെന്നുമൊക്കെയാണ് ഈ പറയുന്ന സൈന്യാധിപൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മുഹമ്മദ് അലി ജിന്ന എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രം വേണമെന്ന ആശയം അന്നു മുതൽ 1940 മുതൽ മുന്നോട്ട് വെച്ചത്? ഒടുവിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. അത് നമ്മൾ മറക്കരുത്, നമ്മുടെ തലമുറ മറക്കരുത്. മാത്രമല്ല ഇപ്പം ഈ കശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ഞരമ്പ് പോലെയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ തന്നെ സ്വന്തമാണ് കാശ്മീർ എന്ന് വരുത്തി തീർക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ സ്പീച്ചുകളൊക്കെ നടത്തിയാൽ ആ ജനതയെ കൂടെ നിർത്താൻ കഴിയുമെന്ന് അവർ കരുതുന്നുണ്ട്. അപ്പോൾ ഈ 13 ലക്ഷം ഇന്ത്യക്കാർ അല്ലെങ്കിൽ ആർമി എപ്പോഴാണ് പാകിസ്ഥാനെ ആക്രമിച്ചത് ഇതൊന്നും നമുക്കറിയില്ല. മാത്രമല്ല ഇവർ പറയുന്നു ബലൂജിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണ പ്രവർത്തനങ്ങൾ ആ സംഘത്തെ എത്രയും പെട്ടെന്ന് പാക് ആർമി കീഴ്പ്പെടുത്തും. മാത്രമല്ല അവരല്ല ഒരു 10 തലമുറ വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്ര സ്ട്രോങ് ആണ് പാക് ആർമി എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമായ ഒരു നിലപാടാണ് ഈ അസിം മുനീർ എടുത്തത്. ഉടൻ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിനനുസൃതമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. അതായത് നിലവിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട കുറേ ഭാഗങ്ങൾ പാകിസ്ഥാൻ അനധികൃതമായി പിടിച്ചു വച്ചിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ അങ്ങ് വിട്ടുകൊടുത്താൽ മതി, അതോടുകൂടി പ്രശ്നം തീരും. മാത്രമല്ല മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ കഴുത്തിലെ ഞരമ്പായി മാറുന്നത്? എത്ര ഫൂളിഷ്നെസ്സാണ് ഈ പറയുന്നത്. ഇതൊക്കെ പറയുന്നത് നമ്മുടെ രൺധീർ ജയ്സ്വാൾ എന്ന് പറയുന്ന വിദേശകാര്യ വക്താവ് തന്നെയാണ്. അപ്പോൾ ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിൽ നമ്മൾ കൃത്യമായി മറുപടി പറഞ്ഞു. ഇതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ UN അടുത്ത സമയത്തായിട്ട് ഈ വിഘടനവാദം ഭീകരവാദം ഒക്കെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം ബില്ലുകൾ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നു. അന്ന് ഈ കാശ്മീർ പ്രശ്നം വീണ്ടും പാകിസ്ഥാൻ എടുത്തിട്ടു. നമ്മളതിനെ ശക്തമായിട്ട് എതിർത്തു. അപ്പോൾ അനാവശ്യമായ ചില ഇടപെടലുകൾ എപ്പോഴും UN പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അവിടെ നമ്മൾ ഇട്ടതുകൊണ്ടാണ് ഇപ്പം അസിം മുനീർ ഈ വിദേശ രാജ്യങ്ങൾ കഴിയുന്ന പാക് വംശജർക്ക് വേണ്ടി നടത്തിയ ഒരു സമ്മേളനത്തിൽ വെച്ച് വളരെ വികാര വായ്പോടെ സംസാരിച്ചത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ സംസാരിക്കുന്നത് പോലെ ഒരു സൈന്യാധിപൻ സംസാരിക്കണമെങ്കിൽ ആ രാഷ്ട്രം വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. 2013-2015 കാലത്ത് നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തും ഇതുപോലെ ചില വികാരത്തിന് വിധേയമായിക്കൊണ്ട് ചില പ്രസംഗങ്ങൾ നടത്തി. അന്നും ഈ കാശ്മീർ നമ്മളുടെ ജീവനാഡിയാണ്, നമ്മുടെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖല വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നുവെന്ന് പാകിസ്ഥാൻ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാശ്മീർ ജനതയുടെ വീരോചിത പോരാട്ടം നമ്മൾ ഓർക്കണമെന്നൊക്കെ തന്നെ ഈ സൈന്യാധിപൻ പാക് ജനതയോട് പറയുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറ എന്തുകൊണ്ടാണ് പാക് സർക്കാരിനെ അതുപോലെ തന്നെ പാക്കിലെ ആർമിയൊക്കെ അംഗീകരിക്കാത്തത്? അവർക്ക് മനസ്സിലായി ഈ രാജ്യം വലിയൊരു അത്യാപത്തിലേക്ക് നീങ്ങുകയാണ്, സാമ്പത്തികമായി സൈനികപരമായൊക്കെ തകർച്ചയിലാണ്. ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ ശക്തിയൊന്നും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അപ്പോൾ ഏഷ്യയിൽ തന്നെ വൻ ശക്തി ചൈനയാണ്. രണ്ടാമത് നോക്കിയാൽ സൈനികപരമായി സാമ്പത്തികപരമായിട്ടൊക്കെ ഇന്ത്യയാണ്. ഇനി ഒരു മൂന്നാം സ്ഥാനത്തേക്ക് നോക്കിയാൽ പാകിസ്ഥാനാണ്, വലിയ ശക്തിയാണ്, സൈനിക മേഖലയിലൊക്കെ ശക്തിയുണ്ട്. പക്ഷേ ഇന്ത്യയെ പോലൊരു രാജ്യത്തോട് ഏറ്റുമുട്ടാൻ മാത്രമുള്ള കഴിവില്ല. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ പാക് ഭരണകൂടത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയും അതുപോലെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരും ഒക്കെ ഇന്ത്യക്കൊപ്പം ചേരാൻ പോകുന്നു എന്നതിൻ്റെയും കൃത്യമായ സൂചനകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിനൊരു തടയിടുക, ദേശസ്നേഹം വർദ്ധിപ്പിക്കുക, പുതുതലമുറയെ പാക് ഭരണകൂടത്തോട് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ അസിം മുനീറിൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് നമുക്ക് ക്ലിയർ ആകുന്നുണ്ട്. എന്തായാലും 1940-കളിൽ പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച ആശയം നമ്മുടെ സംസ്കാരം ഹിന്ദുക്കളിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ആചാരങ്ങൾ, ആഗ്രഹങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ ദ്വിരാഷ്ട്രവാദത്തിൻ്റെ അടിസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ചരിത്രവും പൈതൃകവും എല്ലാം ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. വരുന്ന തലമുറകളിലേക്ക് നിങ്ങൾ ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇതുപോലെ നിലകൊള്ളാൻ പറ്റൂ എന്നൊക്കെയാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ പാക് സൈന്യാധിപൻ ഒരു
പ്രസംഗത്തിലൂടെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ അതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു മറുപടിയാണ് നൽകിയത്. നമ്മുടെ പ്രദേശമായ കാശ്മീരിനെ അവർ കൈയടക്കിയതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം അവരുടെ കഴുത്തിൽ നാഡീവ്യൂഹമാണല്ലോ, ഞരമ്പാണെന്നൊക്കെ പറയുന്നത് എത്ര അപഹാസ്യമാണ്. UN-ൽ പോയി വീണ്ടും കാശ്മീർ പ്രശ്നം കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് രൺധീർ ജയ്സ്വാൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ കയറി ഒന്ന് മാന്തി നോക്കിയതാണ് പാകിസ്ഥാൻ. നമ്മൾ അത് നന്നായിട്ട് ചൊറിഞ്ഞൊരു വ്രണമാക്കി പാകിസ്ഥാന് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോക രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് മേൽ എപ്പോൾ വേണമെങ്കിലും ഉപരോധം ഏർപ്പെടുത്താവുന്ന ഒരു സാഹചര്യവും സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.